ന്യായീകരിക്കുന്നെങ്കിൽ ദേ ഇതുപോലെ ന്യായീകരിക്കണം. വിശ്വഗുരുവിനോടൊപ്പം തൊഴിലുറപ്പ് ബില്ല് പാസാക്കിയതിനു ശേഷം കോൺഗ്രസിന്റെ രാജകുടുംബത്തിലെ രാജകുമാരി നേരെ സംഘപരിവാറിനോടൊപ്പം പോയിരുന്ന് സൊറ പറഞ്ഞ് ചിരിച്ചുല്ലസിച്ച് ചായ കുടിച്ചതിന് സതീശന്റെ ആ വെടുപ്പ് ന്യായീകരണം എത്തിയിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചപ്പോൾ പോയി ഓണസദ്യ ഉണ്ടില്ലത്രേ. അതായത് എനിക്കെങ്ങനെയാണോ CPM അതുപോലെ തന്നെയാണ് കോൺഗ്രസിന് RSS. അതിന് ഇതിനേക്കാൾ ഇനി ഒരു മികച്ച ന്യായീകരണം വേണ്ട. ഒപ്പം തന്നെ ആ ചായകുടിയെ തുറന്നു കാട്ടിയതിന് ജോൺ ബ്രിട്ടാസിന് വ്യക്തി അധിക്ഷേപവും. കാര്യം ഞങ്ങളും RSSകാരും തമ്മിൽ ചായ കുടിക്കുന്നതിനെ കുറിച്ച് മിണ്ടിയാൽ ഉടനടി അതിൽ പങ്കെടുക്കാത്ത ബ്രിട്ടാസിനെ എന്താക്കും? രാജ്യത്താകമാനം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് പണം വാങ്ങിയതിനു ശേഷം കേരളത്തിലെ ഫണ്ട് കിട്ടാൻ ഇടപെട്ടത് കൊണ്ട് ബ്രിട്ടാസിനെ ബ്രിഡ്ജാണ് പോലും. കേട്ടെ. എന്താ അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഓണസദ്യയിൽ ഞാൻ പങ്കെടുത്തു. അതൊക്കെ മര്യാദയല്ലേ? പ്രധാനമന്ത്രി, സ്പീക്കറും മുഖ്യമന്ത്രിയൊക്കെ വിളിക്കുന്ന പരിപാടി. എനിക്ക് ഈ ക്രിസ്മസ് പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. എനിക്ക് സുഖമില്ലാതായിരുന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി വിളിച്ച ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത്, അത് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വിളിക്കുന്ന പരിപാടിയിൽ ആരും പോകരുതല്ലോ. രാഷ്ട്രീയമായിട്ട് ഫൈറ്റ് അല്ലേ? ഞാൻ ഓണസദ്യയിൽ പങ്കെടുത്തല്ലോ. ഓണം ഗവൺമെന്റ് എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിമർശനം ഉണ്ടായി. ഞാൻ പോയതിന് ഒരു മര്യാദയുടെ പുറത്ത് നമ്മൾ ചില സാധനങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പോകണം. ബ്രിട്ടാസ് മറ്റേ പാലമാണ്. പാലം ഏത് പാമ്പൻ പാലം പോലെ അടിയുറച്ച ഒരു പാലമാണ്. CPM-ഉം BJP ആയിട്ടുള്ള പാലമാണ്. പാലം മനസ്സിലായില്ലേ? അതിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഗവർണർ വിളിക്കുന്ന പരിപാടി, ഗവർണർ RSSകാരനാണല്ലോ അല്ലേ? ഗവർണർ വിളിക്കുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി പോകാറില്ലേ? ബ്രിട്ടാസിന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ്. ഗവർണർ RSSകാരനാണ്. പക്ഷെ അതേ ആ പൊസിഷനിൽ ഇരിക്കുകയാണ്. ലോക് ഭവനിൽ ഗവർണറായിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വിളിച്ചാൽ മുഖ്യമന്ത്രി പോകണ്ടേ? അപ്പൊ RSSകാരൻ വെറുതെ പറയുമ്പോൾ ഒരു വിരലിൽ ചൂണ്ടുമ്പോ 4 വിരലിൽ സ്വന്തം നെഞ്ചത്തോട്ടാന്നുള്ള തോന്നലുകൂടി വേണം. പാമ്പം പാലമാണ് ബ്രിട്ടാസ്. കേട്ടല്ലോ. അതിനിടയിൽ ഒരു ചോദ്യം വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ അധിക്ഷേപിച്ചത് ഓർമ്മയുണ്ടോ? ഒരു ഉളുപ്പുമില്ലാതെ പറയാണ്, ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല അത്രേ. അതായത് സംഘപരിവാറിന്റെ ശാഖയിൽ നിന്നാണ് സതീശനും രാഷ്ട്രീയം പഠിച്ചതും. അതുകൊണ്ട് പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞില്ലെന്ന് പച്ച കള്ളം പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത വ്യക്തിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ വിളിച്ചാൽ പോകില്ലേ, ഞാൻ അങ്ങനെ അധിക്ഷേപിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്നലകളിൽ ഇത് കേട്ട മനുഷ്യർ സതീശൻ എന്ന രാഷ്ട്രീയ കാപട്യം വാ തുറന്നാൽ അവസരത്തിനൊത്ത് എങ്ങനെയാണ് മാറ്റി മാറ്റി പറയുന്നതെന്ന് കൃത്യമായി കാണണം. പാമ്പം പാലമാണ് ബ്രിട്ടാസ്. ഞങ്ങളൊന്നും വിമർശിച്ചിട്ടില്ല. ഇല്ല. പൂച്ചണ്ട് മുഖ്യമന്ത്രി പോകണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. വണങ്ങി നിൽക്കുമ്പോ ആ വിജയത്തെ കാണിക്കുമ്പോ നമ്മൾ പറയും. കണ്ടല്ലോ, ചോദ്യം വന്നപ്പോ കണ്ണും ചൊറഞ്ഞു. അതായത് അപ്രതീക്ഷിതമാണല്ലോ. തന്റെ പഴയ ഡയലോഗ് വരുമ്പോ ആ ചോദ്യം അപ്രതീക്ഷിതമാകുമ്പോ എന്ത് നുണ പറയട്ടെ എന്ന് ആലോചിക്കാൻ വേണ്ടി കണ്ണ് ചൊറിയുന്നിടത്ത് തന്നെ അദ്ദേഹത്തിന് ആ ചോദ്യം കൊള്ളേണ്ടടുത്ത് കൊണ്ടു. അതിനോടൊപ്പം തന്നെ ഗവർണർ വിളിച്ചാൽ മുഖ്യമന്ത്രി പോകില്ലേ എന്നൊരു ചോദ്യം കൂടി ഉന്നയിച്ചു. അതിന് മാധ്യമങ്ങൾ ഒരു മറുപടി നിങ്ങൾക്ക് തരും. ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കാതെ മന്ത്രിമാർ. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും ആരും പങ്കെടുത്തില്ല. മുഖ്യമന്ത്രി വിളിച്ച ക്രിസ്മസ് വിരുന്നിൽ ഗവർണറും വിട്ടുനിന്നിരുന്നു. കേട്ടല്ലോ, ഗവർണർ വിളിച്ച ക്രിസ്മസ് പരിപാടിയിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പങ്കെടുത്തില്ല. നേരത്തെ സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷ പരിപാടിയിലും ഗവർണറെ പടിക്ക് പുറത്ത് നിർത്തിയിരുന്നു. പിന്നെ ഭരണഘടനാ പദവി ആയതുകൊണ്ട് ചില കാര്യങ്ങളിൽ ഗവർണറെ കാണേണ്ടി വരും. കാര്യം ഈ സംസ്ഥാനത്തെ പല ബില്ലുകളിലും ഒപ്പിടേണ്ട സാഹചര്യം വരുമ്പോൾ, ഈ നാട്ടിൽ ഭരണപ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം എത്തുമ്പോൾ, അക്കാര്യത്തിൽ ഭരണഘടനാ പദവി എന്നുള്ള നിലയ്ക്ക് കാണുമ്പോൾ അതിനെ സംബന്ധിച്ച് ഈ നാട്ടിൽ പരദൂഷണം പറയാൻ ശേഷിയുണ്ട് എന്നതിന്റെ പേരിലും വക്രീകരിക്കാൻ അതേ രീതിയിലുള്ള പെരുന്നുണയൻ നാവുകൾ ഉള്ളിടത്തോളം കാലം ആ രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ആടിനെ പട്ടിയാക്കുന്ന വിഭാഗക്കാരാണ്. ഒരിടത്ത് ഒരു വാചകം പറഞ്ഞിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ദൈനംദിന തൊഴിൽ കിട്ടുന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച ബില്ല് ഒപ്പിട്ടതിന് ശേഷം അവരോട് യാതൊരു പ്രതിഷേധവുമില്ലാതെ ആ ചെയ്ത പ്രവൃത്തിയിൽ ഡയലോഗ് അടിച്ചതിനപ്പുറം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന്
ചായ കുടിച്ച് പിന്തുണ കൊടുത്തതിന് ശേഷം അതിനെ ന്യായീകരിക്കുമ്പോൾ ഈ നാട്ടിൽ ചിന്താശേഷിയുള്ള മനുഷ്യർക്ക് മുന്നിലേക്കാണ് ഈ പെരുങ്കപടന്റെ ഈ വാചകം കാട്ടുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, മതവും ജാതിയും പറഞ്ഞ് മനുഷ്യർക്കിടയിൽ ഈ കൂട്ടുകച്ചവടം നടത്തിപ്പോരുമ്പോൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളുകളിൽ ഈ നാടിന്റെ രാഷ്ട്രീയത്തെ കൊണ്ടുവന്ന് സംഘപരിവാറിന്റെ തൊഴുത്തിൽ കെട്ടുന്ന ഏജന്റായി പ്രവർത്തിക്കുന്നത് സതീശനായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.